സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ നമ്മൾ ബേസ് വെക്കലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നെതർ പോർട്ടൽ കൂടി സെറ്റ് ചെയ്യണം. നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാൻ ഞാൻ ഒബ്സിഡിയൊക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്നുകൊണ്ട് ഡയമണ്ട് പിക്കാച്ച് സെറ്റ് ചെയ്ത് കണ്ട ഡയമണ്ട് പിക്കാച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി നെതർ തുടങ്ങലും നെതർ ഓപ്പൺ ചെയ്യലും അതേപോലെ തന്നെ ഒരു ബേസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്ക് കാണിച്ചാൽ ഇവിടെ ഒബ്സിഡിയൻ പൈനി ഒബ്സിഡിയൻ ഉണ്ട്. അതേപോലെ തന്നെ ഡയമണ്ട് ഗോൾഡൻ ആപ്പിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് കിട്ടിയത് നമുക്കൊരു സ്പെൽറ്റർ സ്പോണർ ഉണ്ട്, അതിന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റെയറായിട്ട് കിട്ടിയ പിന്നെ കുറേ അയൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോണൊക്കെ ഒന്ന് കണ്ടറിയാം, കുറേ ബോണിൻ്റെ ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അയണിന് അധികം ക്ഷാമം ആവശ്യത്തിന് നല്ല അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബേസ് വെക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ ഒരു ഇതിലാണ് ഒക്കെ ഞാൻ ആദ്യം അടിയിൽ വെക്കണം എന്ന് വിചാരിച്ചു, പിന്നെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. ബേസ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പരിപാടി ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, കാരണം വീഡിയോ ലെങ്ത്ത് കൂടും. നമുക്ക് നെതറിലൊക്കെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറച്ച് കറിയിൽ ഇതിങ്ങനെ ബിൽഡ് ചെയ്യണം. ഞാനൊരു ഇത് വെച്ചെന്നുള്ളൂ, അത്യാവശ്യം ഒരു സ്ട്രക്ചർ വരുന്ന രീതി. അപ്പോൾ എന്തായാലും നോക്കാം ഇതെങ്ങനെ വരുമെന്ന്. അടുത്തൊരു നമുക്ക് ഇനി ഇവിടെ കൂടെ എന്തായാലും ബ്ലോക്കൊക്കെ വെക്കട്ടെ, അതുകൂടി ഞാൻ ചെയ്തേക്കാം. നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എവിടെ നിന്ന് നമുക്ക് നോക്കാം. ഈ മരത്തിൻ്റെ മേലെ കയറി വെക്കാം, നല്ലൊരു സെറ്റായിട്ട് കാണും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ മൊത്തത്തിൽ സ്ട്രെച്ച് വരുന്നത്. ഇതിൻ്റെ മേലെ നമ്മൾ ബിൽഡൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര നേരമല്ല പണി, ഇനി നമ്മൾ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ പറ്റുന്ന റിസോഴ്സുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചെറി ബ്ലോസമയമാണ്, അതന്നെ ഉപയോഗിച്ചല്ലോ തോന്നുന്നു. അല്ല, നമ്മൾ ടിപ്പ് സ്റ്റോൺ കുറച്ചെടുത്ത്.
ഓക്കെ, ഇവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ നമ്മൾ അത്യാവശ്യം പച്ചന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ബാരലിൽ ഫുഡുണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. പുട്ട് വെച്ച കുറവാണ്, അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ വെച്ച് സെറ്റ് ചെയ്യണം. നമുക്ക് നേരെ നമ്മളെ ബെഡ്റൂം സ്പൂൺ സെറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മളെ ബാൽക്കണി, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. എന്നാലും നൈറ്റ് ആവുന്നുണ്ട്, അപ്പോൾ നൈറ്റ് എന്താ സ്കിപ്പ് ചെയ്തൊക്കെ രാത്രി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ നെതർ ബോട്ടിൽ ഉണ്ടാക്കലാണ്. അല്ലേ വേണ്ട, നമുക്കൊന്ന് ഉറങ്ങിയിട്ട് എന്തായാലും താഴത്തേക്ക് പോവാം. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതർ പണിയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ നെതർ ഉണ്ടാക്കേണ്ട സ്ഥലമാണ് കണ്ടുപിടിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ കുഴപ്പമൊന്നും ചെയ്യാന്ന് തോന്നുന്നു. ഈ നെതർ സെറ്റ് ചെയ്യാൻ വേണം, അതിന് കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. അതാണെങ്കിൽ ഓഫ് ക്യാമറ ഒന്നും ചെയ്യാതാണ് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത്. ഇട്ടേക്കാം. ഈ 2 ബ്ലോക്ക് മതിയാവില്ലേ? കറക്റ്റ് ഓർമ്മ ചെയ്യാം. നമുക്ക് ഇനി 3 ബ്ലോക്ക് ടൈറ്റ് കിട്ടണം. ഇവിടെയും അതേ സെയിം പരിപാടി. ഇവിടെ തരട്ട്, പിന്നെ ഇവിടെ ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ താഴത്തിലേക്ക്. ഓക്കെ, പിന്നെ ഇത് ലൈറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഫിൻഡൻസിൽ ഉണ്ടാവും, എൻ്റെ പെട്ടിയിലേക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അടിയത്തെ പെട്ടിയിലാണ് തോന്നുന്നത്. അപ്പോൾ അടിയത്തെ പെട്ടിയിലേക്ക് പോയേക്കാം. ഞാൻ ദിവസം മറ്റേ നെതർ പോർട്ടൽ അതിലുണ്ടായിരുന്നു തോന്നണം. നമ്മൾ നോക്കി നോക്കാം. ഓ, ഈ സാധനമല്ലോ അല്ലേ, ഇത് കത്തിച്ചാലും മതി. ഇതിന് അച്ഛൻ്റെ എപ്പോഴാണ് കിട്ടണേ? എനിക്ക് എന്നാളത്തെ പൊട്ടിയില്ലേ, എന്താണാവും. നമുക്ക് ഒപ്സിഡ് ഇതിൽ തന്നെ വെക്കാം. ഇത് വെച്ച് നമുക്ക് കത്തിക്കാം. ഇത് വെച്ച് കത്തുപോലേക്ക് കറച്ചറിയില്ല. കത്തി അതുപോലെ എഴുതി ചെയ്തു. ഇനി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം. ബട്ട് കഴിഞ്ഞ വീഡിയോത്തെ പോലെ അങ്ങനത്തെ പുട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിക്കണില്ല. നമുക്ക് ഇനി ഒരു ഗോൾഡൻ ബൂട്ടും റെഡി ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ അതുകൊണ്ട് അത്യാവശ്യം ഗോൾഡൻ ബൂട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ വെച്ചേക്കാം. അതെല്ലാം ആവൊക്കെ ഉണ്ടായിരുന്നു, വെളിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ടോർച്ചൊക്കെ എല്ലാ സ്ഥലത്ത് വെച്ചാൽ അത് ക്ലിക്ക് പൊട്ടിച്ചളിഞ്ഞേക്കാം. അതും കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി നെതറിലേക്ക് പോകാം. എന്താവോ എന്തോ, ചാവതേന്ന് ചെറിയ ചുവലിൽ പില്ലിട്ട്. ഓക്കെ, നമ്മൾ നെതറിലെത്തിയുണ്ട്. ഇതെന്താ മുന്നേക്ക് പോകാൻ പറ്റി ഗൈസ്. കൊന്നൊരു ബാക്കിൽ മതിയിലെച്ചാണ് നമുക്ക് ബാക്കൊക്കെ പോയേക്കാം. ഇത് പോണി ഗൈസ്. മുന്നിൽ മിക്കവാറും മതിൽ ഉറപ്പിച്ചു. അപ്പം മതിയിലവിടെ. നമ്മൾ ഈ വയമേല വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല. ഇത് സോൾസാൻ്റെ വയമുണ്ട് എടുത്ത്, അത് നന്നായി. നമുക്ക് ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പാസ്റ്റിന് അങ്ങനെ തോന്നുന്നു പറയല്ലോ, കോർമേസ് കണ്ടുപിടിച്ചാൽ. മറ്റത്തുണ്ടല്ലോ ഇവിടെ മിക്കവാറും ഇത് ഹാപ്പി കാസ്റ്റഡ്. നമുക്ക് പെച്ചാക്കാം. നമ്മളെയൊക്കെ ഇപ്പോൾ 2 പെച്ചായി. നമുക്ക് ഇവിടെ നിന്നൊരു പണി, ഇവിടെ നിന്ന് എന്തായാലും ഒരു വലിയൊരു ചെറിയൊരു ടണൽ സെറ്റ് ചെയ്താണ് ആടുക. നമ്മുടെ പിക്കാസ് കൂട്ടി, സ്റ്റോൺ പിക്കാസ് കൂട്ടി നമുക്ക് അയൺ പിക്കാസിന് മൈൻ ചെയ്യാം. ഇനി സൈഡ് കുഴിക്കാൻ തോന്നുന്നു, ചടിക്കാക്കിയേക്കാം. എത്തി. അവിടുത്തെ സ്കെൽറ്റന് ഇതിൽ കൂടെ പതുക്കെ പോകാൻ പറ്റില്ല.
ഈ സോൾ സാൻഡ് കൂടി സോയിൽ കൂടെ കുഴപ്പമില്ല തോന്നുന്നു. ഗാസ്റ്റ് ഉണ്ടല്ലോ, ഗാസ്റ്റത്തെ കണ്ടാൽ പണിട്ടും. ഗാസ്റ്റ് കാണാതെ പിന്നെ കൊല്ലേണ്ടി വരും. ഓക്കെ, ഗാസ്റ്റ് കണ്ട് എത്തി 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 വിട്ടേക്കട്ടെ. നമ്മൾ വീണ്ടും തീയിലേക്ക് പോകണം. പണ്ടാണ് ഞാൻ ചോദ്യത്തിൽ കത്തണ. ഇവിടെ ഒന്ന് തീയല്ല തീ. ഓക്കെ സ്റ്റാൻഡ് വയ്ക്കണേ. അതൊക്കെ ഇറങ്ങിയൊക്കെ ചാവാ ലാസ്റ്റ് നോക്കണ്ട് തോന്നുന്നു. ഹീലായിക്കോട്ടെ, തീയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയേക്കാം. അങ്ങനെ തീ എടുത്തിട്ട് ആദ്യം കാസ്റ്റ് പോയല്ലോ. അതോ ഇത് ഇവിടെ നിന്ന് അടുത്ത ഗ്യാസ് ഇത് അവിടെ നിന്നല്ലേ നമുക്കൊന്ന് ആണ്ടനെ വിടായിരുന്നു. ഓ താങ്ക് തണം പോണു. ഇവിടെ ഫുള്ള് സ്കെൽറ്റൻ ആണേനും നമുക്കിതൊരു ആണ്ട് താഴത്ത് കറങ്ങാം. സ്കെൽറ്റൻ എടുത്തന്നുണ്ടല്ലോ ഒരു സ്കെൽറ്റന്. ഇതിനിപ്പോൾ എങ്ങനെ തീർക്കും? നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. അപ്പം അത് സെറ്റായി. നമുക്ക് നേരെ 1 ഇഞ്ചിൻ്റെ ഒക്കെ ഷീൽഡ് ഒന്നും എക്സ്ട്രാ ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ പണിയിട്ടാതുണ്ട്. അതാണ് ഞാൻ എക്സ്ട്രാ ഷീൽഡ് എടുത്തത്. ഇതിൻ്റെ കാര്യം തീരാണിക്കണേ ഊന്നടിച്ചിട്ട്. നമ്മൾ അതേപോലെ കൂടാണ്ട് തീർത്തേക്കാം. അതാ രണ്ടാൾക്കും തമ്മിൽ തല്ലാണ്. അപ്പം അത് വായിയായി ബെനെ തന്നെ ഒന്ന് എന്താ അടി വെച്ചെടുക്കുക. തീർച്ചു ഞാൻ ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊല്ലാം. അപ്പം അവരുടെ അത് തീർക്കട്ടെ. അങ്ങനെ അതും നമ്മൾ തീർത്തിട്ടുണ്ട്. എത്ര പേർ സ്കെൽറ്റനാണ് ഇവിടെ ഉണ്ടായി. ആരോസ് രണ്ടാങ്ങൾ മനസ്സിലാവും. നമുക്ക് ആ ലെവൽ കൂടെ എടുത്തേക്കാം. നമ്മളൊക്കെ 14 ലെവലുണ്ട്. ഇത് മിക്കവാറും കൊണ്ടുപോയി കളയും. ഇവിടെ സ്കെൽറ്റുണ്ട് 2 നമുക്ക് ഇപ്പം ആദ്യം തീർത്തേക്കാം. ഒരു ബോൺ ബ്ലോക്ക് എടുക്കാൻ സമയക്കില്ല. ഇപ്പം മാറി തെറിപ്പിക്കണു. ഇനി ദോശ ഓക്കെ അവൻ തീർന്നിട്ടുണ്ട്. പോയിട്ട് നോക്കാം. ഈ ബോൺ ബ്ലോക്ക് നമുക്ക് ആവശ്യം വരും. ഇവിടെ ഒന്നും ഹാപ്പി കാസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാവില്ല തോന്നുന്നു. ചിലയിലുണ്ടാവില്ലേനും. നമുക്കെന്തായാലും മേലേക്ക് തന്നെ തിരിച്ചു പോകാം. കാരണം എൻ്റെ ഫുഡൊന്നും ഇല്ല. അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങോട്ടല്ലല്ലോ ഇത് സ്ഥലം. നമുക്കെന്തായാലും ഇതെടുത്തേക്കാം. ഈ കോഡ്സ് ഇങ്ങനെ ഇതിന് പറയാം ആണ് തോന്നുന്നു. നമുക്കെന്തായാലും ഇതെടുത്തേക്കാം. ആവശ്യം വരും നമുക്ക് പല പരിപാടിക്കും അത്യാവശ്യം. പിന്നെ ഇത് എടുക്കണേ വേറൊരു ഉപകാരമുണ്ട്. ലെവലിട്ടും പിന്നെ ഇപ്പോൾ ലെവൽ 15 ചെയ്തിട്ടുണ്ട്. ഞാൻ കൂട്ടണം. അടുത്ത എപ്പിസോഡിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡയമണ്ട് ആർമറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മളൊക്കെ ഒരു ഡയമണ്ട് ഉണ്ടല്ലോ, എൻചാൻഡിങ് സെറ്റ് ചെയ്യണം. എൻചാൻഡ് ബുക്ക് എഡിറ്റാബിളാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ അതൊക്കെ ഒരു പരിപാടി. ഇവിടെ സ്കെൽറ്റൻ ഡേയ്സ് എൻ്റെ HP വേണ്ട, 1.5 HP
കെളുത്ത് നടിക്കൊള്ളുന്ന സുഖമായിരുന്നു. കാരണം അടിയെത്താനും നമുക്ക് നേരെ ഷീൽഡ് മാറ്റിയ കാരണം ഈ ഷീൽഡ് പൊട്ടിയാൽ ഞാൻ തീരും. ഷീൽഡ് പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടി കഴിഞ്ഞാൽ പണിക്കും. നമുക്ക് എന്തായാലും നേരെ ബാഗ് ഇവിടെ കൂടി പോയി നമുക്ക് ഫൈറ്റ് ചെയ്യാം. മറ്റോനെ അവിടെ തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി. ഇനി അങ്ങനെ ആരൊക്കെ ഉണ്ട്. നമുക്ക് ടോപ്പിൽ കയറിച്ചപ്പോൾ ആദ്യം തീർക്കാം. ഓക്കെ, അവൻ തീർന്നിട്ടുണ്ട്. ഇനി മറ്റവനാണ് പ്രശ്നം. ഒരു പണി അവനെ മൈൻഡ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, അവൻ ഇപ്പം നെയ്മേനിയ ഒക്കെ ചെയ്യണം. ടോപ്പിലേക്ക് പോവാം. ഇതിപ്പോൾ വേണ്ട, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. ദോഷം വിട്ടിട്ടില്ല. നമുക്ക് നേരെ മേലേക്ക് പോവാം. ഇനി നമുക്ക് എന്തായാലും ഇവിടെ തന്നെ തോന്നുമായി കുറച്ച് അറിയുക. ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ ഇവിടെ നിന്ന് ഇത് സ്റ്റെയർ കേസ് ഉണ്ടാവുമല്ലോ, ഇവിടേക്കല്ലേ. ഓക്കെ, അങ്ങനെ ഈ നമ്മൾ തിരിച്ച് വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5 HP അല്ലോ. എങ്ങനെയൊക്കെ അവിടെ നിന്ന് പോകുന്നു. തോട്ടിട്ടുണ്ട്. സോംബി മോൺസ്റ്ററുകൾ അവിടെ ഉണ്ട്. മിക്കവാറും സോംബിയൊക്കെ നിൽക്കുന്നുണ്ട. നമുക്കൊരു പണി ചെയ്യാം. ഈ ബാൽക്കണി കണ്ട് കയറി വെക്കാം. അപ്പം എന്തേലും ഒരു ഈ ഭാഗത്ത് കയറുമല്ലോ. ഒരു വില്ലേജ് സോംബി അത് തന്നെ. മറ്റേ സോംബി അവിടെ പോയാവും. നമുക്ക് എന്തായാലും വേഗം പോയി സ്ലീപ്പ് ചെയ്ത് നോക്കാം. ഈ നൈറ്റ് എങ്ങനെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അതും ചെയ്തിട്ടുണ്ട്. പൈസ ഇന്നത്തെ ഒരു ഇതല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരാം. ബൈ ഗൈസ്.